രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. സാധ്യക സ്വാമി അസാധ്യം തവ കിം വധ രാമദൂത കൃപാസിന്ധേ മത്കാര്യം സാധകപ്രം. പൂജ്യരായ ഗുരുക്കന്മാർക്കും ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ഈ രാമനവമി ദിവസം ഭഗവാനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ക്ഷേത്ര ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുരു ആയ ശ്രീ രാഘവേന്ദ്ര ഭട്ടരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. വിഷ്ണു ഭഗവാൻ അവതാരം എടുത്തത് ധാരാളം അവതാരം എടുത്തിട്ടുണ്ട്. ദശാവതാരം, ധന്വന്തരി, ഹൈഗ്രീവം, വരാഹം, ഇങ്ങനെ ധാരാളം അവതാരങ്ങൾ. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ലോകത്ത് മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപെട്ട് ജനങ്ങൾക്ക് ജ്ഞാനവും ശിക്ഷണവും നൽകിയത് രാമാവതാരവും കൃഷ്ണാവതാരവുമാണ്. ഈ അയോധ്യയിൽ ചൈത്രമാസത്തിൽ പൗർണമി നാളിൽ നവമി ദിവസം പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ അവതരിച്ചത്. ലോകത്തിലെ എല്ലാ ശ്രീരാമക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ഈ ഹനുമാൻ കോവിലിലും ഇവിടെ 9 ദിവസം രാമനവമി ആഘോഷിക്കുന്നുണ്ട്. ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 18 വരെ ഇവിടെ പൂജയും ഭജനയും പലവിധത്തിലുള്ള പൂജകളും ഹോമങ്ങളുമായിട്ട് ഇവിടെ രാമനെ നവമി ആഘോഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് ശ്രീരാമ ഭഗവാന്റെ ആശീർവാദം വാങ്ങുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അതായത് അങ്ങനെ ചെയ്യുന്നത് പ്രകാരം നമുക്ക് സ്വാത്വിക ഗുണം കിട്ടുന്നു. എന്താണ് ഈ സ്വാത്വിക ഗുണം എന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാൻ, ലോകത്തെ ശ്രീകൃഷ്ണ ഭഗവാനെ പറയപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തു പറഞ്ഞാലും അതനുസരിക്കണമെന്നും അദ്ദേഹം എന്ത് സൂത്രങ്ങൾ പറഞ്ഞു തരുന്നുവോ അത് പ്രകാരം ചെയ്താൽ നാം യുദ്ധത്തിൽ ജയിക്കും എന്നാണ്. അതുപോലെ തന്നെ ശ്രീരാമ ഭഗവാന്റെ അദ്ദേഹം ഒരു അവതാര പുരുഷനാണ്, മര്യാദാ പുരുഷോത്തമനാണ്. അദ്ദേഹത്തിൻ്റെ ആ ജീവിത ആചാര്യങ്ങൾ, ജീവിത ദിനചര്യങ്ങൾ നമ്മൾ അനുകരിച്ചാൽ നമ്മുടെ ജീവിതത്തിലും മോക്ഷം കിട്ടും നമുക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രീരാമ ഭഗവാൻ അച്ഛൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. അദ്ദേഹം 14 വർഷം വനവാസത്തിൽ പോയപ്പോൾ ഭരതൻ അച്ഛൻ ദേഹത്യാഗം വെടിഞ്ഞു എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം രാജ്യം എടുക്കാതെ 14 വർഷത്തെ അദ്ദേഹത്തിൻ്റെ വനവാസം പൂർത്തീകരിച്ചിട്ടാണ് അയോധ്യയിലേക്ക് തിരിച്ചു പോയത്. അതിന് ഭരതൻ വന്ന് വിളിച്ചിട്ട് പോലും അദ്ദേഹം പോയില്ല. അപ്പോൾ ഭരതൻ അദ്ദേഹത്തിൻ്റെ പാദുകം എടുത്ത് അയോധ്യയിൽ വെച്ച് ആ പാദുകത്തെ പൂജിച്ചിട്ടാണ് 14 വർഷം അയോധ്യ ഭരിച്ചത്. ഇതിൽ നിന്ന് തന്നെ ശ്രീരാമൻ്റെ അച്ഛനോടുള്ള ബഹുമാനവും അതുപോലെ തന്നെ ഭരതന് സഹോദരനോടുള്ള സഹോദര ഭക്തിയും നമുക്ക് സ്പഷ്ടമാണ്. രാമായണ കഥയിലെ ഓരോ ജീവിതവും നമുക്ക് ഓരോ ശിക്ഷണമാണ് നൽകുന്നത്. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ഭോഗവസ്തുക്കളെ വളരെയധികം മോഹിക്കുന്നുണ്ട്. ഭോഗവസ്തുക്കളെ ഒരിക്കലും മോഹിക്കരുത്. നമുക്ക് ദൈവമാണ് വേണ്ടത്. ഈശ്വരനെ പൂജിക്കണം. ഈശ്വരനോട് നമ്മൾ നാമം ചൊല്ലി ഭഗവാനോട് ഇഷ്ടം തോന്നിക്കണം. ഭഗവാനോട് ഇഷ്ടം തോന്നിയാലേ നമ്മുടെ ജീവിതം ധന്യമാകുകയുള്ളൂ, ഭഗവാന്റെ ആശീർവാദം നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് അതിനൊരു ഉദാഹരണമാണ് വനവാസത്തിൽ താമസിക്കുമ്പോൾ സീതാദേവി സ്വർണ്ണമാനിനെ കണ്ട് രാമനോട് എനിക്ക് ആ സ്വർണ്ണമാനിനെ വേണമെന്ന് അപേക്ഷിക്കുന്നത്. ശ്രീരാമൻ പറഞ്ഞു, അത് സ്വർണ്ണമാൻ അത് ഭോഗവസ്തുവാണ്, അത് മായയാണ്, അതിനെ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും സീത നിർബന്ധം പിടിച്ചു. അവസാനം അത് സീതാദേവിക്ക് അറിയാത്തതല്ല, സീതാദേവി സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. പക്ഷേ ഇതെല്ലാം നടത്തുന്നത് ഈ നാടകമെല്ലാം നമുക്ക് ഒരു ദൈവം തരുന്ന ഒരു ശിക്ഷണമാണ്. ഈ ചിന്തനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വർണ്ണമാനിനെ വേണ്ട എന്ന് പറഞ്ഞ് ശ്രീരാമൻ പോയി സ്വർണ്ണമാനിനെ അമ്പെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വന്നു വരുമ്പോൾ ലക്ഷ്മണരേഖ മറികടന്ന് സീത ഒരു കാട്ടാള വേഷത്തിൽ വന്ന മുനിയുടെ വേഷത്തിൽ വന്ന രാവണൻ സീതയെ അപഹരിച്ചു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഭോഗവസ്തുക്കളിൽ നമുക്ക് മോഹം പാടില്ല. ഈശ്വരൻ നമ്മളെ എപ്പോഴും സംരക്ഷിക്കും. ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ഈശ്വരനാണ് നമുക്ക് വേണ്ടത്.
രാക്ഷസ രാജാവായ രാവണനെ വധിക്കുവാൻ മനുഷ്യ അവതാരത്തിന് മാത്രമേ സാധിക്കൂ എന്നതിനാലാണ് രാമാവതാരം വധിച്ചത്. ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിൽ പോലും ഇപ്പോൾ ശ്രീരാമൻ്റെ കഥ നിലനിൽക്കുന്നത് വാൽമീകി രചിച്ച രാമായണ കഥയിലൂടെയാണ്. രത്നാകരൻ എന്നൊരു കള്ളനായിരുന്നു വാൽമീകി. അദ്ദേഹം കാട്ടിൽ വസിക്കുമ്പോൾ അവിടെ വരുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും ധനവും സ്വത്തുക്കളും സ്വർണങ്ങളും എല്ലാം വാങ്ങിച്ച് അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നു. ഒരിക്കൽ സപ്തമഹർഷികൾ വന്നപ്പോൾ അവരുടെ മരവുരി കണ്ട് അത് സ്വർണമാണെന്ന് വിചാരിച്ച് അത് വാങ്ങിക്കുവാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നീ പാപമാണ് ചെയ്യുന്നത്, ഇതിൻ്റെ പാപഫലം നീ അനുഭവിക്കേണ്ടി വരും. പാപഫലം അനുഭവിച്ചാലും വിരോധമില്ല, എനിക്ക് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം. എങ്കിൽ നീ നിൻ്റെ ഭാര്യയോടും കുട്ടികളോടും ചോദിക്കും, നിൻ്റെ പാപഫലം അവർ സ്വീകരിക്കുമോ എന്ന്. അദ്ദേഹം ഭാര്യയോടും കുട്ടികളോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർ പാപഫലം സ്വീകരിക്കുകയില്ല എന്ന്. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ അദ്ദേഹം സപ്തർഷികളോട് ചോദിച്ചു, ഞാൻ ഇതിന് എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, രാമ 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 എന്ന് ജപിക്കൂ എന്ന്. രാമ രാമ എന്ന് ജപിക്കുവാൻ രത്നാകരന് സാധിക്കുന്നില്ല. അപ്പോൾ അവർ വനത്തിലിരിക്കുന്ന അദ്ദേഹത്തിന് ഓരോ മരവും കാണിച്ച് മര മര എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ മര 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 എന്ന് പറഞ്ഞിട്ട് അത് രാമരാമ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ തപസ് ചെയ്ത് അദ്ദേഹത്തിന് പുറ്റിൽ ഇതായി. പിന്നീട് വന്ന സപ്തർഷികൾ അദ്ദേഹത്തിൻ്റെ ആ പുറ്റിൽ നിന്നും രാമ എന്ന ശബ്ദം കേട്ടിട്ട് ആ പുറ്റ് പൊളിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു. ആ പുറ്റിനെയാണ് വാൽമീകം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് വാൽമീകി എന്ന പേര് കിട്ടിയത്. നമ്മൾ രത്നാകരൻ്റെ കഥ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഹനുമാൻ കോവിൽ രാമനെ കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് തൃപ്തിയാകുന്നില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ രാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ ദേവനെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഹനുമാൻ ദേവൻ്റെ കഥകൾ പൂർണ്ണമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ സുന്ദരകാന്ഡം വായിച്ചാൽ മനസ്സിലാകും. രാമൻ്റെ പ്രത്യേക ഭക്തിയുള്ള ഒരു സേവകനായിരുന്നു ഹനുമാൻ. പട്ടാഭിഷേകം ചെയ്യുന്ന സമയത്ത് സീതാദേവി ഹനുമാന് ഒരു മാല സമ്മാനമായി കൊടുത്തപ്പോൾ ഹനുമാൻ അതെല്ലാം പൊട്ടിച്ചു, മുത്തുമാല. ഓരോ മുത്തും പൊട്ടിച്ചപ്പോൾ സീതാദേവി ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ മുത്തുകൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ മുത്തുകളിലൊന്നും എൻ്റെ ഭഗവാനെ കാണുന്നില്ല, എൻ്റെ സ്വാമിയെ ഒന്നിലും കാണുന്നില്ല. പിന്നെ താങ്കളുടെ സ്വാമി എവിടെയാണ്? എൻ്റെ സ്വാമി എൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാർഗം ഹനുമാൻ്റെ ഓരോ രോമകൂപത്തിലും രാമ രാമ എന്നുള്ള ശബ്ദം കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും ആ സ്നേഹവും ആ ഭക്തിയുമാണ് അദ്ദേഹത്തിന് ലങ്കയിൽ കടന്ന് സീതയെ അന്വേഷിക്കുവാനും സീതയെ എടുക്കാനും രാവണനെ ഗ്രഹിക്കാനും എല്ലാം നമുക്ക് സഹായിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഉറച്ച വിശ്വാസത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ ശ്രീരാമ ഭഗവാനെ ദർശിച്ച് അദ്ദേഹത്തിനോട് അപേക്ഷിച്ചാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പോകും. അതിനുള്ള എല്ലാ ഐശ്വര്യങ്ങളും രാമായണ കഥയിലെ രാമായണ കഥയിൽ ഓരോന്നും നമുക്ക് ഓരോ ജീവിത അനുഭവങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് ശ്രീരാമ ഭഗവാൻ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ. എല്ലാവരും ഇവിടെ വന്ന് തൊഴുത് പൂർണ്ണം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ച് ലോക കല്യാണത്തിന് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ശ്രീറാം, ജയ് ഹിന്ദ്.